പാലക്കാട് വിത്തിട്ടാൽ നൂറുമേനി കൊയ്യുന്ന നാട്. അങ്ങനെ കോൺഗ്രസിനെ വിത്തിട്ട് ഷാഫി മാങ്കൂട്ടത്തിലും പോലെയുള്ള യുവ നേതാക്കളാണ്. അവിടെയാണ് സന്ദീപ് വാര്യരുടെ കടന്നുവരവ്. സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ ലക്കി ചാം എന്നുവരെ പറയപ്പെട്ട ഒരു കാലമാണ് പിന്നീട് ഉണ്ടായത്. കാരണം സന്ദീപിന്റെ വരവിന് പിന്നാലെ കോൺഗ്രസിലേക്ക് ഒരു കൂട്ടം നേതാക്കന്മാരുടെ കുത്തൊഴുക്കായിരുന്നു. ആ പട്ടികയിലേക്ക് ഇടം പിടിക്കാൻ പി.കെ. ശശിയും ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അതിനുള്ള ചരടുവലികൾ സന്ദീപ് വാര്യർ തുടങ്ങിക്കഴിഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ഇതാ മണ്ണാർക്കാട് CPIM നേതാവ് പി.കെ. ശശിക്കെതിരെ SFI മുൻ സംസ്ഥാന സെക്രട്ടറിയും CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവുമായ PM ആർഷോ നടത്തിയ പ്രസംഗത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ എത്തിയിരിക്കുകയാണ്. മണ്ണാർക്കാട് നഗരസഭയുടെ ആയുർവേദ ഡിസ്പെൻസറി ഉദ്ഘാടന ചടങ്ങിൽ പി.കെ. ശശി പങ്കെടുത്തതിന് പിന്നാലെയാണ് ശശി കോൺഗ്രസിലേക്ക് എന്ന ചർച്ചകൾക്ക് തുടക്കമായത്. കൊച്ചി പഴയ കൊച്ചിയല്ല, ബിലാൽ പഴയ ബിലാൽ തന്നെയെന്നാണ് പി.കെ. ശശി അന്ന് പറഞ്ഞത്. CPIMൽ അച്ചടക്ക നടപടി നേരിട്ട പി.കെ. ശശിയെ ചടങ്ങിൽ പങ്കെടുത്ത VK ശ്രീകണ്ഠൻ പരോക്ഷമായിട്ട് കോൺഗ്രസിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. വെളുത്ത കോട്ടൺ ഷർട്ട് ധരിച്ചെത്തിയ പി.കെ. ശശിയോട് ഇത് ഏറ്റവും നന്നായി യോജിക്കുന്നുണ്ട് എന്നായിരുന്നു ശ്രീകണ്ഠൻ പറഞ്ഞത്. മറ്റു നിറത്തിലുള്ള വസ്ത്രങ്ങളെക്കാൾ താങ്കൾക്ക് യോജിക്കുന്നത് തൂവെള്ള നിറത്തിലുള്ള ഖദർ ഷർട്ടാണെന്നും MP പറഞ്ഞു വെച്ചു. ഇതിനാണ് ആർഷോ മറുപടി പറഞ്ഞത്. ആ മറുപടിക്കാണ് സന്ദീപ് വാര്യർ ചരടുവലി തുടങ്ങിയതും. താൻ പടക്കം ബഷീർ അല്ല, ബിലാലാണ് എന്ന് അയാൾ വീണ്ടും പറയുമായിരിക്കും. അയാളോട് ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. ബിലാൽ അര ട്രൗസർ ഇട്ട് അങ്ങാടിയിൽ കൂടി നടന്ന കാലത്ത് ബിലാൽ ഒരു ബിലാലുമായിരുന്നില്ല. ആ ബിലാലിനെ അര ട്രൗസർ ഇട്ട കാലത്ത് മേരി ടീച്ചർ കൂട്ടിക്കൊണ്ടുപോയി. നേരെ നിവർന്നു നിൽക്കാൻ അയാളെ പ്രാപ്തനാക്കിയത് മേരി ടീച്ചറാണ്. അങ്ങനെയാണ് ബിലാൽ ബിലാലായി മാറിയത്. നേരെ നിൽക്കാൻ പ്രാപ്തനായ ബിലാൽ പിന്നീട് സായിപ്പ് ടോണിയായി മാറി മേരി ടീച്ചറുടെ തലയ്ക്ക് ഗുണ്ടകളെറിയാൻ ആളെ പറഞ്ഞു വിട്ടു. പൊന്നുമോൻ ബിലാൽ, ഒരു കാര്യം ഓർക്കണം, മേരി ടീച്ചർക്ക് വേറെയുമുണ്ട് ആൺമക്കൾ. ആ മക്കൾ ഇറങ്ങിയാൽ സായിപ്പ് ടോണിയുടെ മുട്ടിനിൽ ചിരട്ട കാണില്ല എന്നായിരുന്നു ആർഷയുടെ പ്രസംഗം. ആ പ്രസംഗത്തിനായിരുന്നു സന്ദീപ് വാര്യർ മറുപടി പറഞ്ഞത്. അന്ന് ബിലാൽ നിങ്ങൾക്ക് 6-ാം തമ്പുരാനായിരുന്നു. കണിമംഗലം കോവിലത്തെ ജഗന്നാഥൻ തമ്പുരാൻ. ഉത്സവം നടത്തണമെന്ന് ജഗന്നാഥൻ തീരുമാനിക്കേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ. തീരുമാനിച്ചാൽ പിന്നെ ബാക്കി നിങ്ങൾ നോക്കിക്കോളുമായിരുന്നു. കൊടിയിറക്കുണ്ടെങ്കിൽ അതും ഉത്സവം നടക്കും എന്നായിരുന്നു സന്ദീപിന്റെ പ്രതികരണം. ശശിയെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള പോസ്റ്റായിരുന്നു സന്ദീപ് വാര്യർ പങ്കുവച്ചിരിക്കുന്നത്. അതായത് ശ്രീകണ്ഠന് പിന്നാലെ ശശിയെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളെല്ലാം നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. പി.കെ. ശശിയെ പാർട്ടിയിൽ എത്തിച്ചാൽ തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് പാർട്ടി നേതാക്കളുടെ വിലയിരുത്തൽ. മുതിർന്ന നേതാക്കളോട് വിഷയത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടേക്കും എന്നും അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും സന്ദീപ് വാര്യർ വലതുകാലെടുത്ത് വെച്ചതോടെ കോൺഗ്രസിന് വെച്ചടി കയറ്റമെന്നൊരു പറച്ചിലുണ്ടെങ്കിലും അതെല്ലാം ശരിയായി വരുന്ന രീതിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്.